എയിം സ്റ്റഡി സെൻറ്റർ പാലക്കാടിൻ്റെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Warm welcome to all HST aspirants to the new session of our HSA English classes. In the last sessions, we discussed many of the literary terms under the paper Literary Criticism and Terms. You got introduced with most of the terms and the movements in English literary movements. Today we talk of modernism and postmodernism. Modernism and postmodernism. ആധുനികതയും ഉത്തരാധുനികതയും എന്ന് വേണമെങ്കിൽ പറയാം. മോഡേണിസം versus postmodernism. We know that these two were the two major cultural, artistic and literary movements that emerged in the 20th century. ഈ രണ്ട് സാഹിത്യ പ്രസ്ഥാനങ്ങളും മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം 20ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സാഹിത്യത്തിലെ, സംസ്കാരത്തിലെ, കലയിലൊക്കെയുള്ള രണ്ട് അടുത്തടുത്ത് സംഭവിച്ച രണ്ട് കാലഘട്ടങ്ങളായിരുന്നു. While they share so many similarities, they differ significantly in their philosophies, in their styles and approaches to art, literature and culture. കലയോടും സാഹിത്യത്തോടും സംസ്കാരത്തോടും ഇവ രണ്ടിൻ്റെയും സമീപനങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ അവയ്ക്ക് ഫിലോസോഫികളിൽ സ്റ്റൈലുകളെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ഒരുപാട് സാമ്യതകളും ഉണ്ട്. We know modernism actually emerged before World War I. So the time span is late 19th century to mid 20th century, approximately 1819-1945. ഒന്നാം ലോക മഹായുദ്ധം 1914-18. രണ്ടാം ലോക മഹായുദ്ധം 39-45. ഫസ്റ്റ് വേൾഡ് വാർ ഒരു 4 വർഷത്തെ ഡ്യൂറേഷനിൽ ആണെങ്കിൽ രണ്ടാമത്തെ മഹായുദ്ധം ഒരു 6 years സ്പാൻ എടുത്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഈ സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു.
What were the major characteristics of modernism? So the modernism during late 19th century to mid 20th century. 19th സെഞ്ച്വറിയുടെ അവസാന കാലത്ത് ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം വരെ മോഡേണിസത്തിൻ്റെ പ്രഭാവം ഉണ്ടായിരുന്നു. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് വേർ റിജക്ഷൻ ഓഫ് ട്രഡീഷൻ. പാരമ്പര്യത്തെ നിഷേധിച്ചു എഴുത്തിൽ, രചനകളിൽ. ദാറ്റ് ഈസ് the modernist writers sought to break away from traditional forms and conventions. They emphasized innovation and experimentation. പൗരാണികമായ കഥാകഥന ശൈലികൾ, കാവ്യരചന സങ്കല്പങ്ങൾ, നാടക സങ്കേതങ്ങൾ, ഇവയിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ ചില ഇന്നോവേഷൻസ്, പുതുമകളോടെ സാഹിത്യ രചന നടത്തുന്ന രീതി, സമ്പ്രദായം അവലംബിച്ചു. ഒരു എക്സ്പെരിമെൻറ്റേഷൻ രീതിയിൽ, അങ്ങനെ ആയാൽ എന്താ, ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള രീതിയിലേക്ക് എഴുത്തുകാരൊക്കെ വന്നു, മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് വന്നു. അവർ പച്ചയായിട്ട് പറയുന്നതിന് പകരം ചിലപ്പോൾ സിംബൽസ്, ഇമേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫോക്കസ് ഓൺ സബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠതയിൽ ഫോക്കസ് ചെയ്തു മോഡേണിസ്റ്റ്. മോഡേണിസ്റ്റ് വർക്ക്സ് ഓഫൺ എക്സ്പ്ലോർ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, ഇന്നർ തോട്ട്സ് ആൻഡ് ഫ്രാഗ്മെന്റഡ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യങ്ങളെ ഫ്രാഗ്മെന്റേഷൻ ആയിട്ട്, വാട്ട് ഈസ് ഫ്രാഗ്മെന്റേഷൻ? കഥകളെയൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ കൊണ്ടുപോകാതെ ഉപഭാഗങ്ങളായിട്ട് പറയുന്ന രീതികളൊക്കെ വന്നു. അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം. മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ and art frequently use fragmented structure, non-linear narrative. Non-linear narrative എന്ന് പറഞ്ഞാൽ having no sequence, ഒരേ ലൈനിൽ ഇങ്ങനെ കഥ പറയാതെ cut into pieces, അവിടെ ഇവിടെയായിട്ട് കഥകൾ പറയണം. അങ്ങനെ ഫ്രാഗ്മെന്റേഷൻസ് ഒരു പുതിയ ഇന്നോവേഷൻ ആയിട്ട് ഇവിടെ വന്നു. അതേപോലെ ആൻഡ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന 2 പേരുകളുണ്ട് അല്ലേ? പറഞ്ഞോ, രണ്ടും പറയൂ. ജെയിംസ് ജോയ്സ്, യുലിസസ് അല്ലേ? അതേപോലെ തന്നെ വെർജീനിയ വുൾഫ്, എ റൂം ഓഫ് വൺസ് ഓൺ. എന്താണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്കതിനെ ബോധധാരാ സങ്കേതം എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നോൺ ലൈനിയർ ആയിട്ടുള്ള നറേറ്റീവ്, ഫ്രാഗ്മെന്റേഷൻ ടെക്നിക്ക് ഒക്കെ നമ്മുടെ മോഡേണിസത്തിൻ്റെ ഭാഗമായിരുന്നു. അത് പോസ്റ്റ് മോഡേണിസത്തിൽ വന്നിട്ടുണ്ട്. So stream of consciousness is a form of revealing a character's inner psyche
characters, thoughts and feelings as they develop by means of a long soliloquy. ചിലപ്പോൾ ചില ഒരു ആത്മകഥം പോലെ കാര്യങ്ങൾ പറയാണ്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ആധുനികതയുടെ ഇന്നോവേറ്റീവ് ടെക്നിക്സിലൂടെയാണിത് വന്നത്. ജെയിംസ് ജോസൊക്കെയാണത് കൊണ്ടുവന്നത്. നേരെ ലൈനിയറായിട്ട് പറയാറില്ല. അതൊക്കെ മാറി. കഥകിൽ ആരോ മുട്ടുന്നുണ്ടോ? എ നോക്ക് അറ്റ് ദ ഡോർ? നോ, ഇല്ല. ഇറ്റ് സീംസ് നോ വൺ ഈസ് ദേർ. പണ്ടിങ്ങനെ ഒരിക്കൽ കഥകിൽ മുട്ടിയിട്ടുണ്ട്. ഞാനിവിടെ, ആ കഥക് വേറെയാണ്, സ്ഥലം വേറെയാണ്, ആള് വേറെയാണ്. പക്ഷെ അന്നും ഞാൻ തന്നെ. ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം സബ് കോൺഷ്യസ് മൈൻഡിലുള്ള അല്ലെങ്കിൽ മൈൻഡിലുള്ള ബോധധാരയെ അപ്പം തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ തൽസ്ഥിതി വീണ്ടെടുത്ത് ഉണ്ടാവില്ല. ഇപ്പം മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മഴയിൽ ഒരുപാട് നനഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങിപ്പോയാലോ? വേണ്ട, ഞാൻ ഈ മുറിയിലാണ്. ഇവിടെ അങ്ങനെ പണ്ടത്തെ പോലെ പുറത്തു പോകാൻ പറ്റില്ല. അന്നെൻ്റെ തറവാട് വീടിൻ്റെ മുറ്റത്ത് പോയി മഴ നനഞ്ഞതുപോലെ, ഊഞ്ഞാലാടിയതുപോലെ ഈ ഫ്ലാറ്റിൽ അത് പറ്റില്ല. എനിക്ക് ഒരു പക്ഷേ ഭ്രാന്താണെന്ന് പറഞ്ഞേക്കാം. അപ്പം മനസ്സിലുള്ള കാര്യമാണ് വരികളായി, ആ ചിന്തകളാണ് നോവലായി, കഥയായി ഒക്കെ വരുന്നു. ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പം ഇങ്ങനെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നീക്കൊക്കെ ഉപയോഗിച്ച് സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനെ മോഡേണിസം മാറ്റുകയുണ്ടായി. അപ്പോൾ focus on subjectivity, fragmentation, then search for meaning. അതാണ് പ്രധാനപ്പെട്ട മോഡേണിസ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങൾ, ജീവിതത്തിനായാലും തൻ്റെ പ്രവർത്തികൾക്കായാലും ഒക്കെ. ഇൻ എ വേൾഡ് destabilized by World War I, industrialization and scientific advancement, വ്യാവസായിക വിപ്ലവമുണ്ടായി, ലോകയുദ്ധമുണ്ടായി, ഒരുപാട് ശാസ്ത്രീയ നേട്ടങ്ങളുണ്ടായി, സിദ്ധാന്തങ്ങളുണ്ടായി. ഇങ്ങനെ വന്നപ്പോൾ മോഡേണിസ്റ്റ് ഗ്രാപ്പിൾഡ് വിത്ത് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ പോയാൽ എങ്ങനെ നിലനിൽപ്പ്, സർവൈവലുമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ ജീവിതത്തിന് അർത്ഥം കാണാൻ പരിശ്രമിക്കുന്ന രീതിയിലായിരുന്നു മോഡേണിസ്റ്റ് ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നത്. അതാണ് സെർച്ച് ഫോർ മീനിങ്. പിന്നീട് പോസ്റ്റ് മോഡേൺസ് ഒക്കെ വരുമ്പോൾ ഈ സെർച്ച് അങ്ങ് പോകുന്നുണ്ട്. ദെൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോ അനാലിസിസ്. അപ്പോഴാണ് ഫ്രോയിഡിൻ്റെ ഒക്കെ സൈക്കോ അനാലിറ്റിക് തിയറിയൊക്കെ പുറത്തു വരുന്നത്. ദ തിയറീസ് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് കാൾ യുങ് ഇൻഫ്ലുവൻസ്ഡ് മോഡേണിസ്റ്റ് എക്സ്പ്ലോറേഷൻസ് ഓഫ് ദ ഹ്യൂമൻ സൈക്ക്. മനുഷ്യൻ്റെ അവബോധ മനസ്സിനെ അപഗ്രഥിക്കുന്ന പഠനങ്ങളുണ്ടായി. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളുണ്ടായി. അതോടൊപ്പം
സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ റഷ്യൻ ഫോമാലിസം പോലെയുള്ള ഫോമാലിസം ഉണ്ടായി. റഷ്യൻ ഫോമാലിസം വരുന്നുണ്ട്. മോഡേണിസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ്, മോഡേണിസ്റ്റ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോം, സ്ട്രക്ചർ ആൻഡ് എസ്തെറ്റിക് ഇന്നോവേഷൻ. എന്താണ്? ഫോം വേണം. ഫോമിന്, സ്ട്രക്ചറിനും പ്രാധാന്യം കൊടുക്കലാണല്ലോ അത് ഫോമാലിസം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ആ ഒരു രീതി വന്നു. എന്തിനു വേണ്ടി? ഒരു എസ്തെറ്റിക് ഇന്നോവേഷന് വേണ്ടിയിട്ട്. അതും മോഡേണിസത്തിൻ്റെ സംഭാവനയായിട്ട് വന്നു. ഇങ്ങനെയെല്ലാം മാറ്റങ്ങളുണ്ടായി മോഡേണിസത്തിൽ. നമ്മളിപ്പോൾ മോഡേണിസം മാത്രം നോക്കാം. കീ ഫിഗേഴ്സ് ഇൻ മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ ആരൊക്കെയാണെന്ന് നോക്കാം. ജെയിംസ് ജോയ്സ്, യുലീസസ്, ഡബ്ലിനേഴ്സ് തുടങ്ങിയ കൃതികളുടെ കർത്താവ്. വാർജീനിയ വുൾഫ്, മിസിസ് ഡോളാവേ, ടു ദ ലൈറ്റ് ഹൗസ് തുടങ്ങിയ കൃതികൾ. T.S. എലിയറ്റിൻ്റെ വിഖ്യാതമായ ദ വേസ്റ്റ് ലാൻഡ്. എസ്ര പൗണ്ട്, ദ കാൻറ്റോസ്. ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ്, കൂടാതെ ദ ട്രയൽ എന്ന വലിയ നോവൽ. ഇതൊക്കെ പ്രധാനപ്പെട്ട ആളുകളും കൃതികളുമാണ്. ജെയിംസ് ജോയ്സ്, വെർജീനിയ വുൾഫ്, T.S. എലിയറ്റ്, എസ്ര പൗണ്ട്, ഫ്രാൻസ് കാഫ്ക, ഇവരൊക്കെ ആധുനികതയുടെ വക്താക്കളായി വന്നു. തീംസ് എന്തൊക്കെയായിരുന്നു ആ കാലത്തെ? തീംസ്: അലിനിയേഷൻ ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടലുകൾ. ദി ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെയും വ്യാവസായികവൽക്കരണത്തിൻ്റെയും ഫലങ്ങൾ. ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഐഡൻറ്റിറ്റി, അറിയാം. ദ ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മതം, രാഷ്ട്രീയം ഒക്കെ. അവിടെയെല്ലാം ഉണ്ട വിശ്വാസ പ്രമാണങ്ങൾ അല്പാൽപ്പം ഇടിവ് സംഭവിച്ചു. ഇതൊക്കെ ആണ് മോഡേണിസത്തിൽ സംഭവിച്ചത്. നമുക്കൊന്ന് പെട്ടെന്ന് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വന്നാലോ? ടൈം പീരീഡ് ഞാൻ പറഞ്ഞു. എവിടെയാണ്? മിഡ് 20th century ടു ദ പ്രസൻറ്റ്. ഇവിടെ ഇതെല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിളിക്കണേ. അപ്പോൾ 1945 രണ്ടാം ലോക മഹായുദ്ധമായി, അതിനുശേഷവും ഒക്കെ വരുന്ന കാലഘട്ടം. അതാണ് മിഡ് 50-45 കഴിയുന്നുണ്ട്, 50 അതിനുശേഷമൊക്കെ ആയാലും കുഴപ്പമില്ല. എന്നിരുന്നാലും ഈ ഒരു അപ്രോക്സിമേറ്റ് കാലഘട്ടം പോസ്റ്റ് മോഡേണിസം വരുന്നു. എന്താണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്കെപ്റ്റിസിസം ഓഫ് ഗ്രാൻഡ് നറേറ്റീവ്. എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത്, ഐഡിയോളജീസ് ആൻഡ് ഗ്രാൻഡ് നറേറ്റീവ്സ്. ഇപ്പോൾ പ്രോഗ്രസ്, റിലീജിയൻ, സയൻസ്, അതെല്ലാം അവിടെയെല്ലാം ഒക്കെ വന്നിട്ടുണ്ട് മോഡേണിസത്തിൽ. പക്ഷേ അവിടെയെല്ലാം എന്ത് സംഭവിക്കുമെന്ന ഒരു സ്കെപ്റ്റിസിസം, ഒരു നിശ്ചയവുമില്ല ഒന്നിനും. വരും ഓരോ ദശ വന്ന പോലെ പോവും, വിരയുന്നു മനുഷ്യനെന്തിനോ തിരിയാ ലോക രഹസ്യമാർക്കുമേ. ഇങ്ങനെയുള്ള ഒരു അനിശ്ചിതത്വം, അത് ചിന്താവിഷ്ടയായ സീതയിലാണ് ഞാൻ ആശാൻ്റെ. അപ്പം ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ലോകത്തുണ്ടായി. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്തുകളെല്ലാം എല്ലാം അവഗണിക്കുന്നു. ഐഡിയോളജീസ് എല്ലാം വെറുതെയാണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഗ്രാൻഡ് നറേറ്റീവ്സ് ഒന്നും ശരിയല്ല എന്ന വിശ്വാസം വരുന്നു. അങ്ങനെ അതെല്ലാം ഒരു അല്പം കളിയാക്കിക്കൊണ്ട്, പ്ലേഫുൾനെസ് ഓഫ് ഐറണി. പോസ്റ്റ് മോഡേൺ വർക്ക്സ് ഓഫൺ യൂസ് ഹ്യൂമർ, തമാശയുണ്ട്, ഹാസ്യം, പാരഡി ആൻഡ് പാസ്റ്റിഷ് ടു ചലഞ്ച് ട്രഡീഷണൽ നോംസ് ആൻഡ് കൺവെൻഷൻസ്. ട്രഡീഷണൽ നോംസിനെയും കൺവെൻഷനെയും വെല്ലുവിളിച്ചുകൊണ്ട് ചില പാസ്റ്റിഷുകൾ ഉണ്ടാകുന്നു. പാസ്റ്റീഷ് എന്ന് പറയുന്നത് എ വർക്ക് ഓഫ് ആർട്ട് ദാറ്റ് ഇമിറ്റേറ്റ് അനദർ വർക്ക് ഓഫ് ആർട്ട് ഈസ് കോൾഡ് പാസ്റ്റിഷ്. അപ്പോൾ അങ്ങനെയുള്ള പാരഡികൾ ഒക്കെ
വരുന്നു എവിടെ? പോസ്റ്റ് മോഡേണിസത്തിൽ. അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടെക്സ്റ്റ് തരുന്ന അർത്ഥത്തിനപ്പുറത്ത് ഒരർത്ഥം കണ്ടെത്താനുള്ള വ്യഗ്രതയും അതിനുള്ള ഒരു അവകാശവും വായനക്കാർക്ക് ലഭിക്കുന്നു. അത് നമുക്ക് ഇന്റർ ടെക്സ്ച്വാലിറ്റി എന്ന് പറയാം. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു ഫാക്ടറാണ് ഇന്റർ ടെക്സ്ച്വാലിറ്റി. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഫ്രീക്വൻ്റ്ലി റെഫറൻസസ് ആൻഡ് റീവർക്സ് അതർ ടെക്സ്റ്റ്, വേറെ ടെക്സ്റ്റുകളെ, ബ്ലറിംഗ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് ബോറോഡ് കണ്ടന്റ്. ബോറോഡ് കോണ്ടന്റിന് ഒറിജിനലും തമ്മിലുള്ള ആ ബൗണ്ടറീസ് ഒക്കെ, അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അവയ്ക്ക് ആ തരത്തിൽ ഇന്റർ ടെക്സ്ച്വാലിറ്റി, ഒരു ടെക്സ്റ്റിനെ മറ്റൊരു ടെക്സ്റ്റിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ആണോ എന്ന് സംശയിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയെല്ലാം പോസ്റ്റ് മോഡേണിസത്തിൽ സംഭവിക്കുന്നുണ്ട്. അതേപോലെ ഫ്രാഗ്മെന്റേഷൻ നേരത്തെ ഉണ്ടെങ്കിലും ഈ ഫ്രാഗ്മെന്റേഷൻ്റെ ഫലമായിട്ടുള്ള കൗസ്, അതുമായുള്ള കൺഫ്യൂഷൻസ്, അൺസർട്ടനിറ്റീസ്, അതിൻ്റെ ഡിസോർഡർ പൊതുവേ സമൂഹത്തിലുണ്ടാകുന്നു. പോസ്റ്റ് മോഡേണിസം എംബ്രേസസ് കൗസ്. ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ ഉണ്ടായതിന് പകരമായിട്ട് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. റാൻഡംനെസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫൺ റിഫ്ലക്റ്റിംഗ് ദ കോംപ്ലക്സിറ്റി ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ദ മോഡേൺ വേൾഡ്. അപ്പോൾ ആധുനിക ലോകത്തിന്, അത്യാധുനികമായ ഉത്തരാധുനിക ലോകത്തിൻ്റെ അനിശ്ചിതത്വത്തെ, സങ്കീർണതകളെ പേടിച്ചുകൊണ്ടല്ല, മറിച്ച് ആസ്വദിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ വന്നു ഈ കാലഘട്ടത്തിൽ. അതാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലുണ്ടായ കാതലായ മറ്റൊരു മാറ്റം. ബ്ലറിംഗ് ഓഫ് റിയാലിറ്റീസ്, ബൗണ്ടറീസ്. Postmodernism challenges distinctions between high and low culture, fiction and reality, author and reader. ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓഥർ പറഞ്ഞത് തന്നെയല്ല റീഡർ എടുക്കുക. ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇന്റർ ടെക്സ്ച്വാലിറ്റി ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചുള്ള എഴുത്തുകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ നോക്കിയതുപോലെ ടി.എസ്. എലിയറ്റിനെയും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫ്രാൻസ് കാഫ്കയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ആരെയൊക്കെയാണ് ഫിഗേഴ്സിനെ കാണാൻ പറ്റുക? നമുക്ക് നോക്കാം. അതേപോലെ ഫോക്കസ് ഓൺ സർഫേസ് ഓവർ ഡെപ്ത്, അതും കൂടി നമ്മൾ പറയണം. പോസ്റ്റ് മോഡേൺ വർക്ക്സ് ഓഫൺ പ്രിയോറിറ്റൈസ് സ്റ്റൈൽ, സർഫേസ് ആൻഡ് അപ്പിയറൻസ് ഓവർ ഡീപ്പ് മീനിങ്. അധികം ആഴത്തിലുള്ള അർത്ഥം തിരയുന്നതിന് പകരം സർഫേസ് ലെവൽ മീനിങ് കൊണ്ട് തന്നെ കളിക്കുകയും, അപ്പോൾ എന്താണ് അതിലുള്ളത് എന്നൊക്കെ ആ അപ്പിയറൻസിൽ കാണുകയൊക്കെ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. കീ ഫിഗേഴ്സിലേക്ക് വന്നാൽ സാമുവൽ ബെക്കറ്റ്, വെയിറ്റിംഗ് ഫോർ ഗോദോ നമ്മൾ പഠിച്ചു. തോമസ് പാൻഷൻ, ഗ്രാവിറ്റീസ് റെയിൻബോയുടെ ഓഥർ. കർട്ട് വെനിഗോട്ട്, സ്ലോട്ടർ ഹൗസ് 5. ഇറ്റാലോ കാൽവിനോ, ഈവ് ഓൺ എ വിൻഡേഴ്സ് നൈറ്റ് ട്രാവലർ, വളരെ വിഖ്യാതമായ ഒരു പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ റൈറ്റർ. പിന്നെ നമ്മുടെ സൽമാൻ റുഷ്ദി, മിഡ്നൈറ്റ് ചിൽഡ്രൻ, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. തീംസിനെ കുറിച്ച് പറയുമ്പോഴോ ദ ഇൻസ്റ്റബിലിറ്റി ഓഫ് മീനിങ് ആൻഡ് ട്രൂത്ത്. ഉണ്ടോ, നേരത്തെ മീനിങ് ആൻഡ് ട്രൂത്ത്, യൂണിവേഴ്സൽ ട്രൂത്തിൽ വിശ്വസിച്ചിരുന്ന മോഡേണിസം, അവിടെ പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റാബിലിറ്റി ഓഫ് മീനിങ് ആൻഡ്, അർത്ഥശൂന്യതയാണ്, അല്ലെങ്കിൽ അർത്ഥത്തിന് ഒരു സ്ഥായിയില്ല, അർത്ഥം പിന്നീട് മാറിക്കൊണ്ടേയിരിക്കും സാഹചര്യം, കാലഘട്ടം മാറുമ്പോൾ. ആൻഡ് ട്രൂത്ത്, ദ ഇമ്പാക്റ്റ് ഓഫ് മീഡിയ ആൻഡ് ടെക്നോളജി ഓൺ സൊസൈറ്റി, അതൊക്കെ അർത്ഥതലങ്ങൾ മാറുന്നതിന് വലിയ സ്വാധീനം ചെലുത്തും. ദ കൊളാപ്സ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫിക്ഷൻ, ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ബൗണ്ടറി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഇത് ഫിക്ഷനാണോ റിയാലിറ്റി ആണോ കെട്ടുകഥയാണോ ഉള്ളതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത രീതിയിലുള്ള എഴുത്തുകൾ രൂപപ്പെട്ടു. ദ ക്രിട്ടിക് ഓഫ് കൺസ്യൂമർ കൾച്ചർ ആൻഡ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തെയും
അത് ഉപഭോഗ സംസ്കാരത്തെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ വരുന്നു. അങ്ങനെ അവിടെയും നമുക്ക് മോഡേണിസത്തിൻ്റെ കാര്യങ്ങൾ കാണാം, തീർത്തും പോകില്ല മോഡേണിസം ലിറ്ററേച്ചറിൽ. അപ്പോൾ എക്സാമ്പിൾസ്, അപ്പോൾ മോഡേണിസം ലിറ്ററേച്ചറിൽ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണ്, നേരത്തെ പുറകിലോട്ട് പോയി നോക്കുകയാണ്. എന്താണ്, ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ വീണ്ടും മോഡേണിസത്തിലേക്ക് പോവുകയാണ്. എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നോവൽ ദാറ്റ് യൂസസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് നറേറ്റീവ് ടു എക്സ്പ്ലോർ എ സിംഗിൾ ഡേ ഇൻ ഡബ്ലിൻ. ഡബ്ലിനിലെ ഒരു ദിവസത്തെ കാര്യങ്ങൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക്, ഫ്രാഗ്മെൻറ്റഡ് നറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ വിഖ്യാതമായ ഗ്രന്ഥമാണ് ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ്. അത് മോഡേണിസ്റ്റാണ്. ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡും അങ്ങനത്തുള്ളൊരു കവിതയല്ലേ. എ പോയം ദാറ്റ് റിഫ്ലെക്ട്സ് ഡിസൊല്യൂഷൻമെൻറ്റ് അല്ലേ. വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഡിസൊല്യൂഷൻമെൻറ്റ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പോസ്റ്റ് വേൾഡ് വാർ 1 സൊസൈറ്റി ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ രണ്ടെണ്ണത്തിന് നമ്മൾ മോഡേണിസത്തിൽ പരിചയപ്പെടുകയാണ്. ഇനി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് തോമസ് പിഞ്ചൻസ് ഗ്രാവിറ്റീസ് റെയിൻബോയിൽ അദ്ദേഹം എ കോംപ്ലക്സ് നോൺ ലൈനിയർ നോവൽ ദാറ്റ് ക്രിട്ടിക്സ് സിസ്റ്റംസ് ഓഫ് പവർ ആൻഡ് കൺട്രോൾസ് ഇൻ എ കൗട്ടിക് ഫ്രാഗ്മെൻറ്റഡ് സ്റ്റൈൽ. അപ്പോൾ അതിനെ അവതരിപ്പിക്കുന്നു. അതേപോലെ തന്നെ കേർട്ട് വൊണേഗട്സിൻ്റെ സ്ലോട്ടേഴ്സ് ഹൗസ് 5 എ നോവൽ ദാറ്റ് ബ്ലെൻഡ്സ് സയൻസ് ഫിക്ഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഓട്ടോബയോഗ്രഫീനെ ആൻഡ് എ സറ്റയർ ടു എക്സ്പ്ലോർ ദ അബ്സേർഡിറ്റി ഓഫ് വാർ ആൻഡ് ടൈം. യുദ്ധത്തിൻ്റെ ഒരു അബ്സേർഡിറ്റിയും അർത്ഥശൂന്യതയും സമയത്തിൻ്റെതും ഒക്കെ, സമയമൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് എന്നല്ല പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോസ്റ്റ് മോഡേണിസം വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ എന്താ ഇപ്പം നോക്കിയത്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. അതൊന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം വ്യത്യാസമാണ് അവിടെയുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫീച്ചർ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം. ട്രൂത്തിൻ്റെ കാര്യത്തിൽ മോഡേണിസം സീക്സ് യൂണിവേഴ്സൽ ട്രൂത്ത്. എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത്? എവിടെയായാലും സത്യമാകുന്ന സത്യങ്ങളെ തെരഞ്ഞു നടന്നിരുന്നു മോഡേണിസം. എന്നാൽ പോസ്റ്റ് മോഡേണിസം റിജക്ട്സ് ആബ്സല്യൂട്ട് ട്രൂത്ത്. അങ്ങനെ ഒരു ട്രൂത്ത് ഇല്ല, അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രദേശത്ത് ഓരോ കോണ്ടെക്സ്റ്റിലാണ് ട്രൂത്തിന് മീനിങ്. അതാണ് അവങ്ങനെ ആ മീനിങ് റിജക്റ്റ് ചെയ്യുകയും അതാതിടങ്ങളിലെ അർത്ഥം കണ്ടെത്തുകയും ചെയ്തു. സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ സീരിയസ് സ്റ്റൈലാണ് മോഡേണിസം സപ്പോർട്ട് ചെയ്തത്, എഡ്യൂക്കേറ്റ് ചെയ്തതെങ്കിൽ പോസ്റ്റ് മോഡേണിസം ഞാൻ പറഞ്ഞിരുന്നു പ്ലേഫുൾ ആയിട്ടുള്ള, ഹ്യൂമറസ് ആയിട്ടുള്ള, ഐറോണിക് ആയിട്ടുള്ള, സെൽഫ് റെഫറൻഷ്യൽ ആയിട്ടുള്ള സ്റ്റൈലാണ് അവർ സ്വീകരിച്ചത്. പിന്നെയോ സ്ട്രക്ചർ ഓർഡേർഡ് ആൻഡ് കൊഹസീവ് ആയിരുന്നു. നല്ല ഓർഡർ, ലൈനിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരുന്നു. ഒരു വരിയിൽ ഇങ്ങനെ ഒതുക്കുന്ന 1 by 1 ആയിട്ടുള്ള ക്രൊണോളജിക്കലായിട്ടുള്ള ഓർഡർ ആയിരുന്നു ഇവിടെ മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ വർക്ക്സിലുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ എന്താണ്, ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഡിസ്ജോയിൻ്റ് ആണ്, മുറിഞ്ഞിട്ടാണ് പറയാം. പെട്ടെന്ന് കഥ കേൾക്കുമ്പോൾ, കഥ പറയുമ്പോൾ, നോവൽ വായിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ചിന്ത വരും. ഞാൻ നേരത്തെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പറഞ്ഞതുപോലെ മരക്കഥ മാറും, അപ്പുറത്ത് പോകും, അതവിടെ നിൽക്കും, പിന്നെ പുതിയൊരു കഥ അവിടെ വരും, മറ്റത് വീണ്ടും വരും. ഇങ്ങനെയൊക്കെയാണ്, ഡിസ്ജോയിൻ്റ് ആയിട്ടാണ്. നേരത്തെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു അല്ലേ, പഴയ കാലത്ത് പണ്ട് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, ജോയിൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. മീനിങ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ മീനിങ്ങിൽ എന്താ പ്രശ്നം? ഡീപ്പ് ആൻഡ് ഫിലോസോഫിക്കലായിരുന്നു. ഫിലോസോഫിക്കൽ എന്ന തത്വചിന്താപരമായിരുന്നു, വളരെ ആഴത്തിലുള്ളതായിരുന്നു. പക്ഷേ ഓപ്പൺ എൻഡഡ് ആണ്, സബ്ജക്റ്റീവാണ്. ഇത് പോസ്റ്റ് മോഡേണിലേക്ക് വരുമ്പോൾ എന്താണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, ഉത്തരം ക്ലിയർ അല്ല. ആവാം, ആണോ, യെസ് ഓർ നോ പറയാൻ പറ്റില്ല. അതിന് അവിടെ എന്താണ്, ഇവിടെ ജസ്റ്റിഫിക്കേഷൻ വേണം. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറും. ഹൗ, വാട്ട്, ഹൗ ലോങ്,
ഹൗ ഓഫൺ, ഇങ്ങനെയൊക്കെ മാറും. അതാണ് ഓപ്പൺ എൻഡഡ് ആൻഡ് സബ്ജക്റ്റീവ് എന്ന് വളരെ വസ്തുനിഷ്ഠമായി എന്ന് മാറി എന്നർത്ഥം. ഇനി സ്വാധീന വലയങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്? ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സ്വാധീനം ഉണ്ടായി. അവിടെ വാർ, എക്സിസ്റ്റൻഷ്യലിസം ഒക്കെ സ്വാധീനം ഉണ്ടായി അല്ലേ? എവിടെ? ഒന്നാമത്തതിൽ, ദാറ്റ് മീൻസ് മോഡേണിസത്തിൽ. അപ്പുറത്ത് മീഡിയൻ്റെ സ്വാധീനമാണ് ഇപ്പോൾ. അതിപ്പോൾ ഈവണ്ണാവും, ഇപ്പോഴത് തുടരുകയാണ്, ഒന്നുണ്ട് ഇപ്പോൾ തുടരുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൺസ്യൂമറിസത്തിൻ്റെ സ്വാധീനം, ടെക്നോളജിയുടെ സ്വാധീനം, അല്ല നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ സ്വാധീനമാണ്. നമ്മൾ ഈ ക്ലാസ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഈ പറഞ്ഞ സ്വാധീനമാണ് അല്ലേ? അന്ന് ഇതൊക്കെയാണ് സ്വാധീനിച്ചതെങ്കിൽ ഇന്ന് ഇതൊക്കെയാണ് സ്വാധീനിക്കുന്നത്. ശരിയല്ലേ? അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് നോക്കാം, ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി നോക്കുകയാണെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്, എന്ത് ലെഗസിയാണ് മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും ഉണ്ടാക്കിയത് എന്ന് നമ്മളിനി നോക്കുകയാണെങ്കിൽ നോക്കിക്കോ. മോഡേണിസം had the groundwork for experimental art and literature, challenging traditional forms and paving the way for new ways of thinking about identity, society and culture. ഇതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്നാൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഇമ്പാക്റ്റ് നോക്കിക്കേ. പോസ്റ്റ് മോഡേണിസം ഹാസ് ഇൻഫ്ലുവൻസ്ഡ് കണ്ടംപററി കൾച്ചർ. കണ്ട, സമകാലികമായ കൾച്ചർ. പിന്നെ ഇൻക്ലൂഡിങ് ലിറ്ററേച്ചർ, ഫിലിം, ആർക്കിടെക്ചർ, ഫിലോസഫി. It has also sparked debates about the nature of truth. സത്യത്തിൻ്റെ നേച്ചർ, റിയാലിറ്റിയുടെ നേച്ചർ ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻ എ ഗ്ലോബലൈസ്ഡ് മീഡിയാസ് സാച്ചുറേറ്റഡ് വേൾഡ്. മീഡിയ സാച്ചുറേറ്റഡ് ഗ്ലോബലൈസ്ഡ് വേൾഡിലുള്ള സത്യത്തിൻ്റെ ഗതിവിഗതികൾ അല്പം വ്യത്യാസമാണ്. അതങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല എന്ന രീതിയിലുള്ള ചിന്തകളും ആഖ്യാനങ്ങളുമാണ് എവിടെ വന്നത്? പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വന്നത്. ഇതൊക്കെയാണ് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് നമുക്ക് പറയാനുള്ളത്. നമുക്കിനി ആ ഭാഗത്തുള്ള മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, എങ്ങനെ ചോദ്യങ്ങൾ വരും, എന്ത് വരും, ഏത് ഭാഗം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കത് അടുത്ത സെഷനിൽ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് ടേംസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ മിക്ക ടേംസും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ വിത്ത് എ ന്യൂ സെഷൻ. താങ്ക് യു ഫോർ